അതിനകത്ത് ലൈക്കും കമന്റും ഒക്കെ ഞാൻ കാണുന്നുണ്ട് എത്ര ഉണ്ടെന്നൊക്കെ. ഇതൊക്കെ വിട്ടുപിടിക്കുക തനിവേ. ശരിയാണ്, എനിക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ ലൈക്കും കമന്റും ഒക്കെ കുറവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എൻ്റെ തല താഴ്ത്തിയിട്ട് എൻ്റെ നിലപാട് കളഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കൃത്യമായ രീതിയിൽ ഞാൻ വിമർശിക്കേണ്ട കാര്യങ്ങളിൽ വിമർശിക്കാറുണ്ട്. അതിപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്കൂട്ട അതിക്രമം പശുവിൻ്റെ പേരിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, ബംഗാളിലെ ഹിന്ദുസിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ മൂനമ്പത്ത മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഫലസ്തീനികൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഞാനൊന്നും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരാളുമല്ല. നമ്മുടെ നാട്ടിൽ ചില മതേതര പട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ മോദി ഗവൺമെൻറ് എന്ത് കാണിച്ചാലും വിമർശിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വിമർശിക്കാനോ മതേതര പട്ടത്തിന് സർട്ടിഫിക്കറ്റിനോ ഇരിക്കുന്ന ഒരാളല്ല. മോദി നല്ല രീതിയിൽ നല്ലതെന്നും തെറ്റെങ്കിൽ തെറ്റെന്നും പറയും. മോദി ആർട്ടിക്കിൾ 370 കാശ്മീരിൽ എടുത്തു കളഞ്ഞു, പിന്തുണയ്ക്കും ഞാൻ, എന്താ സംശയം? വഖഫ് ഭേദഗതി പിന്തുണയ്ക്കും ഞാൻ, എന്താ സംശയം? മുനമ്പത്തെ മനുഷ്യർക്ക് വേണ്ടി ഇനിയും സംസാരിക്കും. ട്രാക്ക് മാറ്റിയിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വൺ സൈഡ് മതേതരത്വം ഉണ്ടല്ലോ, അത് ഒരു ദിവസം ചീട്ട് കൊട്ടാരം പോലെ അങ്ങ് പൊളിയും. അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നവർ തിരക്കി പിടിച്ച് എൻ്റെ ചാനലിൽ വന്നിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും.